അഭിമാനവുമുള്ള ഒരു നിമിഷമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കേറെ വേദന ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു സനീഷിന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന ഗാന്ധിജിയുടെ പ്രതിമ ഇവിടുത്തെ ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ തകർത്തത്. അതിനേക്കാൾ ഞെട്ടിച്ചത് ഒരു പ്രാദേശിക CPM നേതാവിന്റെ പ്രസംഗമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പ്രാദേശികമല്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറയുകയാണ്, അടുക്കളയിൽ പോലും ഒരു ഗാന്ധിയെ വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന വെല്ലുവിളി പ്രസംഗവും കേട്ടു. നമ്മൾ ആരും തിരിച്ചു വെല്ലുവിളിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ വെല്ലുവിളിക്കുന്നിടത്ത് ഗാന്ധി ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടുകൂടി ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഈ പ്രതിമ ഇനിയും നിങ്ങൾ തകർത്താലും ഞങ്ങൾ ഇതിനൊന്നും ചെയ്യില്ല. വീണ്ടും ഒരു ഗാന്ധി പ്രതിമയുമായിട്ട് ഞങ്ങൾ ഇവിടെ വരും. അതും നിങ്ങൾ തകർത്താൽ വീണ്ടും ഒരു ഗാന്ധി പ്രതിമയായിട്ട് ഞങ്ങൾ വരും. ഒടുവിൽ തകർത്ത് നിങ്ങൾ കുഴയും. ഞങ്ങൾ പിന്മാറില്ല. അങ്ങനെ പിന്മാറിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനങ്ങൾ, ലാത്തിയടിയൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് വാങ്ങിച്ചിട്ടാണ് ഗാന്ധിജിയുടെ നിർദ്ദേശം സ്വീകരിച്ച് കോടിക്കണക്കിനായ ജനങ്ങൾ, എനിക്കും ആ വെല്ലുവിളിച്ച നേതാവിനും അടക്കം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പൊ നമ്മൾ ഭയക്കില്ല, പക്ഷെ നമ്മൾ നിങ്ങളെപ്പോലെ പ്രതികരിക്കില്ല. അപ്പൊ ഈ പ്രതിമ ഇവിടെ പോകുമ്പോ ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തകർക്കുകയാണെങ്കിൽ വീണ്ടും തകർത്ത ഉടൻ തന്നെ ഞാൻ ഇതിന്റെ ശില്പി ബിജു ജോസഫിനോട് ഒരെണ്ണം കൂടെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, മൽപ്പട്ടത്തെ ആളുകളെ കുറിച്ചൊക്കെ പണ്ട് നല്ല എനിക്കൊരു ധാരണ കേട്ട് കേൾസുള്ള കാലം മുതൽ കണ്ണൂർ വരുന്നതാണല്ലോ. അപ്പൊ ഞാൻ ബിജു ജോസഫിനോട് നന്ദി പറയുകയാണ്. കാരണം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു 4-5 ദിവസം കൊണ്ട് പ്രതിമ വേണമായിരുന്നു. ഈ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ സബർമതി ആശ്രമത്തിൽ നിന്നുള്ള മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട്. ബിജുവിന്റെ ഒരു പ്രത്യേകത, ബിജു സബർമതിയിൽ പോയി ആ പുണ്യഭൂമിയിലെ മണ്ണ് ശേഖരിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാ ഗാന്ധി പ്രതിമയിലും ആ സബർമതിയിലെ മണ്ണിന്റെ ഒരു അംശം ഇട്ടാണ് ഈ ഗാന്ധി പ്രതിമകളെല്ലാം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിലെ വലിയ ഗാന്ധി പ്രതിമയടക്കം ഈ ബിജു ജോസഫാണ് അതിന്റെ ശില്പി. അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, മാർട്ടിൻ ഒരു കാര്യം പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞതാണ്. എന്താണ് ഗാന്ധി എന്ന് പറഞ്ഞാൽ? സത്യമാണ്. ഗാന്ധിജിയോട് ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ സത്യമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഈശ്വരൻ സത്യമാണ്. കുറെ കാലത്തിന് ശേഷം ഗാന്ധി അത് തിരുത്തി. ഈശ്വരൻ സത്യമാണെന്നുള്ളത് ഗാന്ധി തിരുത്തിയിട്ട് പറഞ്ഞു, സത്യം ഈശ്വരനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിരീശ്വരവാദിക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയും. നിരീശ്വരവാദിയും സത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിക്ക് സത്യം ഈശ്വരനായിരുന്നു. സത്യം ഉണ്ടായതുകൊണ്ടാണ് ഞാനും ശ്രീ AP അനിൽകുമാറും മാർട്ടിൻ ജോർജും എല്ലാം കണ്ണൂര് ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു മഴയായിരുന്നു. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഗാന്ധി യാത്ര നടത്താൻ കഴിയുമെന്നോ, ഗാന്ധി യാത്ര നടത്തി ഇവിടെ വന്ന് എല്ലാവരുമായി ഒന്ന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു. കാരണം അത്ര വലിയ മഴയായിരുന്നു. പക്ഷേ ആ സമയത്ത് മഴ മാറുന്നു. അതിന്റെ കാര്യം എന്താ? ഈ പരിപാടിക്കൊരു സത്യമുണ്ട്. ഈ CPM സ്നേഹിതന്മാര് ഗാന്ധി EMS പോലും അംഗീകരിച്ചിട്ടില്ല. ഗാന്ധിയെ വാർത്തയിലെ കപട സന്യാസി എന്നാണ് EMS അധിക്ഷേപിച്ചത്. ആ അധിക്ഷേപത്തിന്റെ ഒരു പരിഷ്കൃതമല്ലാത്ത ഒരു പ്രതികരണമാണ് നേരത്തെ വെല്ലുവിളി നടത്തിയ ഏതോ ഒരു നേതാവ് നടത്തിയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഈ അധികാരത്തിന്റെ അഹന്ത, സത്യമില്ലായ്മ, ഇതൊക്കെയാണ് നിങ്ങൾ ഈ നിലമ്പൂരിൽ പോലും ഇത്ര ദയനീയമായി നിങ്ങൾ പരാജയപ്പെട്ടത്. ഇത്ര ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നിങ്ങളെ ജനങ്ങൾ പിന്തള്ളിയെങ്കിൽ ഇനി 26 ആകുമ്പോൾ നിങ്ങളെ ഇതിനേക്കാൾ ദയനീയമായി ജനം പിന്തുടരാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇതാണ്. എന്തൊരു അഹങ്കാരമാണ്. 9 വർഷമായി ഓരോ ബ്രാഞ്ച് മുതൽ അങ്ങ് ഏറ്റവും മുകളിലുള്ള ആൾക്ക് വരെ ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ആ അഹങ്കാരത്തിന് ശ്രീ ജയന്ത്, CPM നിയാസ്, മറ്റ് സഹപ്രവർത്തകരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, മനപ്പട്ടത്തെ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ,
മലപ്പട്ടം ഇന്ന് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മലപ്പട്ടത്തിന് ഉണ്ടായിരുന്ന പേരുദോഷവും മാനക്കേടും മാറ്റുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. മാനം തെളിഞ്ഞിരിക്കുന്നു. മലപ്പട്ടത്തിന്റെ മാനം കാക്കാൻ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മലപ്പട്ടത്തുണ്ടായ മാനക്കേട്? ലോകത്തിന്റെ പ്രിയങ്കരനായ, ഭാരതത്തിന്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ സമാധാനത്തിന്റെ വ്യക്തമായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ സ്തൂപമാണ്, മഹാത്മജിയുടെ സ്തൂപമാണ് ഇവിടെ രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ തകർത്ത് കളഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ അത് കളങ്കം ചാർത്തിയ ഒരു രാത്രിയായിരുന്നുവെങ്കിൽ, ആ അക്രമത്തെ നാടാകെ അപലപിച്ചുവെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ അതിന് ഉത്തരവാദികളായ ഭരണകക്ഷിയുടെ, സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ, ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അവർ വെല്ലുവിളിയുമായിട്ടാണ് മുന്നോട്ട് വന്നത്. അടുക്കളയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ അടുക്കളയിൽ കയറിയും ഞങ്ങൾ ഗാന്ധി സ്തൂപം തകർക്കും എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവിന്റെ നിലവാരം എന്ത് എന്ന് ഞാൻ പറയേണ്ടതില്ല. നാട്ടുകാർ, കേരള ജനത, അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകളും ആ അല്പത്വം, ആ അജ്ഞത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആ നേതാവിനോട് പറയാനുള്ളത്, മലപ്പട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ സമയത്ത് നിങ്ങൾ ഗാന്ധി സ്തൂപം വണങ്ങേണ്ട, രാത്രിയിൽ ഒറ്റയ്ക്ക് ഈ പ്രദേശത്തോടെ പോകുമ്പോൾ ആ ഗാന്ധി നിന്നയ്ക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങൾ ഗാന്ധിയുടെ സ്തൂപത്തിൽ വണങ്ങണം എന്ന് ഞാൻ ആ യുവ സ്നേഹിതരോട് അഭ്യർത്ഥിക്കുകയാണ്. ആരാണ് മഹാത്മജി? നമുക്ക് പ്രസംഗത്തിന്റെ ഭാഷയിൽ പറയേണ്ടതില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നമുക്കെല്ലാവർക്കും അറിയാം. ആ സമരത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളുകൾ, ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ഒരുപക്ഷെ അവർക്ക് അതിൽ പങ്കാളിത്തമില്ലാത്തത് കൊണ്ട് അവർക്ക് അത് അറിയില്ല, ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടില്ല. ലോകത്തിന്റെ നൂതനമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം അതാണ് മഹാത്മജി നമ്മളെ പഠിപ്പിച്ചത്. അക്രമരഹിത മാർഗത്തിലൂടെ, അഹിംസയുടെ മാർഗത്തിലൂടെ, സത്യാഗ്രഹത്തിന്റെ, സഹന സമരത്തിന്റെ മാർഗത്തിലൂടെയാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം രാഷ്ട്രപിതാവ് മഹാത്മജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ത്യയിലെ ജനകോടികളെ നയിച്ച് വിജയിപ്പിച്ചത് എങ്കിൽ, ആ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതസൗഹാർദ്ദം അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് രാഷ്ട്രത്തിന്റെ പിതാവ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിന് പകരം കലാപബാധിത പ്രദേശങ്ങളിൽ കാൽനട യാത്ര നടത്തിക്കൊണ്ട്, പദയാത്ര നടത്തിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ വ്യക്തമായി പ്രവർത്തിച്ച നേതാവായി പ്രവർത്തിച്ച സത്യാഗ്രഹിയാണ് രാഷ്ട്രത്തിന്റെ പിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയതാരാണ്? 1948 ജനുവരി മാസം 30-ാം തീയതി സായന്നത്തിൽ ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ രാഷ്ട്രപിതാവിന്റെ പിരിവാറിലേക്ക് വെടിയുയർത്തത് വർഗീയവാദിയാണ് എങ്കിൽ, ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ വർഗീയവാദികൾ ഒരു വട്ടം കൊലപ്പെടുത്തിയ മഹാത്മജിയെ വീണ്ടും ഇല്ലായ്മ ചെയ്യാനാണ് മലപ്പട്ടത്തിന്റെ മണ്ണിൽ ചില കുൽസിത ശ്രമങ്ങൾ നടന്നത് എന്ന് നമുക്ക് വേദനയോടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അത് തിരുത്താൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് സനീഷിന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ച പ്രതിമ? ഞാനും വർക്കിംഗ് പ്രസിഡന്റുമാർ, സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മള് ഇതിനു മുമ്പ് ഈ മലപ്പട്ടത്ത് ഇതുപോലൊരു സമ്മേളനം നടത്തിയപ്പോ അന്നത്തെ KPCC അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടെ ഗാന്ധി പ്രതിമ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, KPCCയും DCCയും മുൻകൈയെടുത്ത് ആ ഗാന്ധി പ്രതിമ പുനഃസ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. പ്രിയപ്പെട്ടവരെ, ആ ഗാന്ധി പ്രതിമ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ എവിടെയാണെങ്കിലും ഗാന്ധിയുടെ ഓർമ്മകൾ മായ്ക്കാൻ
ആര് ശ്രമിച്ചാലും, അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി, അത് BJP-ക്കാരാണെങ്കിലും ശരി, ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ പറയാം, ഞങ്ങളുടെ ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഗാന്ധിയുടെ ഓർമ്മകൾ ഈ രാജ്യത്ത് മരിക്കുകയില്ല, അത് മാറ്റാനൊട്ട് സമ്മതിക്കുകയുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഇവരുടെ ഗാന്ധി നിന്ന തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. ഇവരുടെ താത്വികാചാര്യനായിരുന്ന EMS ആണ് പറഞ്ഞത് ഗാന്ധി ബൂർഷാസിയാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അതുകൊണ്ട് അതിലും വലുതൊന്നും ഇവിടുത്തെ മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരൊറ്റക്കാരോടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ മലപ്പട്ടത്തും ഈ പരിസര പ്രദേശങ്ങളിലും ഈ കണ്ണൂർ ജില്ലയിൽ ഒന്നാകെ വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോഴും, വലിയ ഗാന്ധി നിന്ന് നടക്കുമ്പോഴും, നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുമ്പോഴും അതിനൊക്കെ കുടപിടിക്കുന്ന ഏതെങ്കിലും അധികാരി വർഗമുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പോ ഈ സംസ്ഥാനത്തെ ബ്രഹ്മാസ്ത്രം തന്നെ താഴെ വീണ് പൊട്ടിപ്പോയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇനിയുള്ള ഈ കാവൽ സർക്കാർ അത് മാറാൻ 8 മാസം മാത്രമാണ് മുന്നിലുള്ളത്. ഈ 2026 കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിന്റെ രാജ്ഭവനിൽ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് ഈ അധികാരി വർഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര ഊർജത്തോടുകൂടി, ഇത്ര ആവേശത്തോടുകൂടി ഏത് വെല്ലുവിളികളെയും നേരിട്ട് ഈ ജില്ലയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഊർജമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, അങ്ങ് എറണാകുളത്ത് നിന്നും, അങ്ങ് പത്തനംതിട്ടയിൽ നിന്നും, അങ്ങ് കുണ്ടറയിൽ നിന്നും ഒക്കെ വരുന്ന ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾ പ്രവർത്തകർ. കാരണം നിങ്ങൾ ജീവൻ പോലും നോക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ചോരയൊഴുക്കി, നീരൊഴുക്കി ഈ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി, നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടികൾ. അതുകൊണ്ട് നിങ്ങളെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ നാഷണൽ കോൺഗ്രസ്. പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച കേരളത്തിന്റെ പ്രതീക്ഷയായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് പിള്ള, എന്റെ പ്രിയ സുഹൃത്ത് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിഷ്ണുനാഥ്, പ്രിയപ്പെട്ട KPCCയുടെ ഭാരവാഹികൾ ശ്രീ സോണി സെബാസ്റ്റ്യൻ, ശ്രീ PM നിയാസ്, അഡ്വക്കേറ്റ് ജയന്ത്, വേദിയിലുള്ള ഏറെ പ്രിയങ്കരനായ ശ്രീ സജി ജോസഫ് MLA, മറ്റു വേദിയിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ഈ സമയം എടുക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമുക്ക് ആരെയും വെല്ലുവിളിക്കാനുള്ള യോഗമല്ല ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നടത്തിയത് ശാന്തി യാത്രയാണ്. ആ ശാന്തി യാത്ര ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള ഗാന്ധി സൂത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ശാന്തി യാത്രയാണ്. ഗാന്ധിജിയുടെ പേരിലുള്ള ശാന്തി യാത്രയാണെങ്കിലും ഗാന്ധി ചടങ്ങുകളൊക്കെ ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പലപ്പോഴും സംഘർഷം ഉണ്ടാവാറുണ്ട്. അവിടെ അത്തരത്തിലുള്ള ശാന്തി യാത്രയ്ക്കൊക്കെ വലിയ സംരക്ഷണം നൽകാറുണ്ട്, പോലീസിന്റെ സംരക്ഷണം നൽകാറുണ്ട്. പക്ഷെ ആ ശാന്തി യാത്രകളൊക്കെ തന്നെ